ായിട്ടൊക്കെ കണക്റ്റഡ് ആണ്, ഈ മേഖലയുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവള് ശരീരം വിൽക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരുന്നതാണ്. പിന്നെ ഈ സ്വർണ്ണം കിടത്താന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണം കിടത്തുന്നത് എങ്ങനെയാണ്? കോണ്ടത്തിന്റെ ഉള്ളിൽ സ്വർണ്ണം കയറ്റി നിറച്ചിട്ട് പ്രവചന താത്തയും കുടുങ്ങിയ ഉദ്യോഗസ്ഥനും ഒടുവിൽ പൊളിഞ്ഞത് സത്യമാണ്. വ്യൂസിനായി തീ കൊളുത്തുമ്പോൾ കത്തുന്നത് ആരുടെ ജീവിതം? ഒരു എയർപോർട്ട് റോൾഡ് ഗോൾഡ് കഥ. താത്തയുടെ മാസ്റ്റർ പ്ലാൻ. ഫേസ്ബുക്കിലും യൂട്യൂബിലും വ്യൂസ് കൂട്ടാൻ പുതിയൊരൈറ്റവുമായി താത്ത ഇറങ്ങി. വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഓഫീസറെ വിളിച്ച് അതീവ രഹസ്യമായി പറഞ്ഞു, സാർ, എന്റെ പ്രവചനം ഒരിക്കലും തെറ്റാറില്ല. ഇന്ന് ഗൾഫിൽ നിന്നെത്തുന്ന ആ 2 സ്ത്രീകൾ സ്വർണ്ണക്കടത്ത് സംഘത്തിലെ പ്രധാനികളാണ്. ദേഹം മുഴുവൻ സ്വർണ്ണം ഒളിപ്പിച്ചിരിക്കുമെന്നുവരെ ഉറപ്പിച്ചു പറഞ്ഞു. വിശ്വസിച്ച ഓഫീസർ വലവിരിച്ചു. ബ്രേക്കിംഗ് ന്യൂസ് വരാനിരിക്കുന്ന ആവേശത്തിൽ താത്തയ്ക്കും ഉറക്കമില്ലായിരുന്നു. ആഘോഷിക്കാൻ കാത്തുനിന്ന യൂട്യൂബർമാർ. വിവരം കാട്ടുതീ പോലെ പടർന്നു. എയർപോർട്ടിന് പുറത്ത് ക്യാമറയും മൈക്കും പിടിച്ച് യൂട്യൂബർമാർ നിറഞ്ഞു. രേണു സുതി കുടുങ്ങുമോ? വലിയ സ്വർണ്ണവേട്ട എന്നിങ്ങനെ തമ്പനയിലുകൾ. ലൈവ് സ്ട്രീമുകൾ കണ്ടന്റിനായി കാത്തിരിക്കുന്ന ആവേശം മാത്രം. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമുക്ക് നിങ്ങൾ ഇൻട്രോ തന്നെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, സംഭവം രേണുസുതി തന്നെയാണ്. ഇതൊരു റിലവന്റ് ടോപ്പിക് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു തമാശയായിട്ട് തുടങ്ങി ഇന്ന് ഇത് എവിടെ ചെന്ന് നിൽക്കുന്നു എന്നറിയത്തില്ല. ഇതെനിക്ക് തോന്നുന്നു രേണുസുതി സബ്ജക്റ്റ് സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 കൊല്ലമായും തോന്നുന്നു. ഞാൻ തന്നെ 1 വർഷത്തോളം അടുത്താകാറായി ഈ രേണുസുതി സബ്ജക്റ്റ് സംസാരിക്കാൻ തുടങ്ങിയിട്ട് തന്നെ. അപ്പം ശരിക്കും നമ്മൾ തന്നെ അത് മടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതെങ്ങനെ തുടങ്ങിയതാണ്? ഇത് തന്നെ KGFC ഫിറോസ് വെച്ചുകൊടുത്ത ഒരു ഇതിലെ തുടങ്ങിയതാണ്. ഒരു വീടിന് ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ തുടക്കമാണ്. അതിന് മുന്നോടിയായിട്ട് ലക്ഷ്മി നക്ഷത്രയാണ് പുള്ളിക്കാരി ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഉന്തിന്റെ കൂടെ ഒരു തള്ളും കൂടെ വെച്ചു കൊടുത്തത്. അവിടുന്ന് വന്നു ദാസേട്ടൻ എന്ന് പറഞ്ഞ ആടെ കൂടെ ഒരു റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അവിടെ കുറച്ച് കോൺട്രവേഴ്സി. അത് രേണുസുതിക്ക് പോസിറ്റീവായിട്ടാണ് എല്ലാവരും നിന്നത്. ഈ ഒരു വിധവയായ സ്ത്രീ എന്നും വെള്ള സാരി കൊടുത്ത് നിൽക്കണമെന്നാണോ പറഞ്ഞത്? അവരങ്ങനെ എക്സ്പോസിംഗ് ആയിട്ട് അഭിനയിച്ചെങ്കിൽ ആർക്കാണ് തെറ്റെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയത്. നേരെ മറിച്ച് രേണുസുതിയെ തള്ളി പറയാൻ അധികം സമയം വേണ്ടി വന്നില്ല. കാരണം ഇവരുടെ നാക്കും പ്രവൃത്തിയും അതുപോലെയായിരുന്നു, നേരെ വിപരീതമായിരുന്നു. എല്ലാവർക്കും സഹതാപ തരംഗമായിരുന്ന വ്യക്തി, ഒരു നാൾ അങ്ങനെ ആയിരുന്ന വ്യക്തി കൊല്ലം സുതി എന്ന് പറഞ്ഞ ഒരാള് അതിന് മുന്നോടിയായിട്ട് അങ്ങനെ അത്ര വലിയ പോപ്പുലർ ഒന്നും അല്ലായിരുന്നു. എന്താണെങ്കിലും ജനമനസ്സുകളിലോട്ട് വന്നത് ഈ ആക്സിഡന്റിന് ശേഷം പിന്നെ ഈ രേണുസുതി എന്ന ഈ ഭാര്യയുടെ ഉത്തമമായ സ്വഭാവവും മൂല്യഗുണങ്ങളും കൊണ്ടൊക്കെ തന്നെയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഈ കൊല്ലം സുതി എന്നൊരു ചർച്ചയായതും കൊല്ലം സുതി ഇത്രയും മോശക്കാരനായിരുന്നോ എന്ന് പല ഭാര്യമാർ രംഗത്ത് വരികയും അങ്ങനെ തുടങ്ങിയ കോൺട്രവേഴ്സി ചെന്ന് നിൽക്കുന്നത് അങ്ങ് ദുബായിലുള്ള ഒരു സ്മഗ്ലിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഡ്രഗ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നു, അതടിക്കുന്നു ഇതടിക്കുന്നു, സിഗരറ്റ് ഒരു പരിധി ഇല്ലാതെ വലിക്കുന്നു. അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് ഇന്ന് രേണുസുതി ഇന്ന് പോർട്രേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം അവര് തന്നെ ഇത് വരുത്തി വെച്ചതാണ്. അവർ തന്നെയാണ് അവരിങ്ങനെയാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മളിലോട്ട് ഇട്ട് കൊടുത്തത്. അവരുടെ ചുറ്റിനും കുറെ അധികം മീഡിയാസും ചോദ്യം ചോദിക്കലും ഡബിൾ മീനിങ്ങും വട എന്ന് വരെ. സത്യം പറയട്ടെ, എനിക്ക് വട എന്നുള്ള വാക്ക് എനിക്ക് പരിചയപ്പെടുത്തുന്നതിന് സീരിയസ്ലി എനിക്ക് രേണുസുതി ആയിരുന്നു കേട്ടോ. കാരണം ഇതിന് ഇങ്ങനെ ഒരു മീനിങ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ തന്നെ കൂടുതലും പഠിക്കുകയും അങ്ങനെയുള്ള ഡബിൾ മീനിങ് കാര്യങ്ങൾ, പിന്നെ സെക്ഷൽ കളേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് യൂസ് ചെയ്യും. അതിനുപരി തന്നെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പരിപാടി. സബ്സ്ക്രിപ്ഷൻ രേണുസുതി അല്ല ആദ്യമായിട്ട് എടുത്തത്, മറ്റു പലരും എടുത്തിട്ടുണ്ട്. എന്നാൽ രേണുസുതി എടുത്തപ്പോഴാണ് സബ്സ്ക്രിപ്ഷൻ എന്നൊരു വേർഡ് തന്നെ പോപ്പുലർ ആയതും അതിനിങ്ങനെ ഒരു ഫ്യൂച്ചർ ഇങ്ങനെ ഒരു ഇത് ഫെസിലിറ്റി ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ ഒട്ടനവധി ആൾക്കാർ അറിഞ്ഞതും ഈ രേണുസുതിയിലൂടെ തന്നെയാണ്. അപ്പം എന്തൊക്കെ ആയാലും ഇതിന് എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയത്തില്ല. നമ്മൾ ഇന്നലെ രേണുസുതി സബ്ജക്ട് ചെയ്തിരുന്നില്ല. കാരണം ഇന്നലെ രേണുസുതി ഇങ്ങനെ ഒരു ടീമിന്റെ അംഗമായിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ഒരു മേജർ കണ്ണി ആയിട്ടുണ്ടെങ്കിൽ അതിന് ഉദ്യോഗസ്ഥരെ നമ്മൾ എത്തിക്കുക, അവരുടെ മുന്നോട്ട് ഈ സംഭവം എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടെ നമുക്കുണ്ട്. കാരണം നമ്മൾ ചുമ്മാ ഇരുന്ന് വീഡിയോയ്ക്ക് മുന്നിൽ എന്തെങ്കിലും വാതോരാതെ ഇരുന്ന് പ്രസംഗിക്കുന്നവരല്ല. അപ്പൊ രേണുസുതി എന്നുള്ള ആളെ കുറിച്ച് ഞാൻ പേഴ്സണൽ ആയിട്ട് കുറെ അധികം കാര്യങ്ങൾ അറിഞ്ഞതാണ്. കൊല്ലം സുധിയുടെ സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞതാണ്. രേണുസുതിയുടെ ഇപ്പൊ താമസിക്കുന്ന വീട്ടുകാരിൽ നിന്ന് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞതാണ്. അപ്പുറം ഏറ്റവും അടുത്ത ആൾക്കാരിൽ നിന്ന് കാര്യങ്ങൾ അറിഞ്ഞതാണ്. രേണുസുതിയുടെ വളർത്തുമകനായിട്ടുള്ള കിച്ചുവിൽ നിന്ന് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞതാണ്. കിച്ചുവിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ കുറെ അധികം കാര്യങ്ങൾ അറിഞ്ഞതാണ്. ഇതെല്ലാം ഞാൻ നേരിട്ട് വിളിച്ച് അന്വേഷിച്ച് അറിഞ്ഞ കാര്യങ്ങളാണ്. കോട്ടയത്ത് നിന്ന് കുറെ അധികം ആൾക്കാരിൽ നിന്ന്, പിന്നെ ദുബായിൽ നിന്ന് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവിടെ സോഷ്യൽ മീഡിയ, അത് ഞാൻ ഏതൊരു സബ്ജക്ട് എടുത്താലും, ഈവൻ പൊളിറ്റിക്സ് എടുത്താൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ കാര്യം എടുക്കുമ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാരാണോ അവരിൽ നിന്ന് തന്നെയാണ് എനിക്ക് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അല്ല നമ്മൾ ഒരിക്കലും ഞാൻ ചുമ്മാ വന്നിരുന്ന കാര്യങ്ങൾ ചെയ്യല്ല. ഞാൻ ഈ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ടേ തന്നെ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അധികം ദീർഘിപ്പിക്കുന്നില്ല. സോ ഫ്രണ്ട്സ്, എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ
വെക്കുവാണെങ്കിൽ വളരെയധികം ഉപകാരമായിരിക്കും. കാരണം അത് കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്താൻ അത് സഹായിക്കും. പിന്നെ ലൈക്ക് അടിച്ചുകൊണ്ട് തന്നെ പരമാവധി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഓൾമോസ്റ്റ് 95% ഓഫ് പീപ്പിൾസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ വളരെയധികം ഗുണമായിരിക്കും. എനിക്കും അതൊരു സന്തോഷമായിരിക്കും. അപ്പൊ എന്തൊക്കെയായാലും രേണുസുധിയുടെ മറ്റ് അലുക്കുലത്തെ പരിപാടിയൊന്നുമില്ല. ഷബീന ബീബിയുടെ ചാനലിലൂടെ വന്ന ആ 2 വോയിസ് ക്ലിപ്പ് ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട്, അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. ഇനി നിയമ നടപടികൾ വരട്ടെ. അപ്പൊ എനിക്കത് ഇതിനകത്തൊന്നും പറയാനില്ല. ഇത് എത്രമാത്രം റെലവെന്റ് ആണ് എന്ന് ചോദിച്ചാൽ ഈ വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്നാണ് ഈ വോയിസ് വന്നേക്കുന്നതാണ് ഷബീന ബീബി അവകാശപ്പെടുന്നത്. നമുക്ക് ഈ പാപ്പിലോൺ റെസ്റ്റോറന്റ് കൊണ്ടോ അത് നടത്തുന്ന നടത്തിപ്പുകാരുമായിട്ടോ നമുക്ക് യാതൊരു ബന്ധവുമില്ല. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും എനിക്ക് എവിടെ നിന്നും ഒരു ഇത് കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ ദുബായ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു അന്വേഷണം നടത്തിയിട്ട് ഞാനും പുറത്താണല്ലോ. അപ്പം നമുക്ക് തന്നെ കേൾക്കാം. പിന്നെ ഈ രേണുസുധീനെ ഇവിടെ കൊണ്ടുവരുന്നത് മൊത്തം ഈ ഒരൊറ്റ കാര്യത്തിനാണ്. ഡ്രഗ് ബിസിനസ്സും ഗോൾഡ് ബിസിനസ്സും പിന്നെ പെൺവാണിപ്പും. ഇവിടെ ശരീരം വിറ്റിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് പറഞ്ഞേക്കുന്നത്. അവന്മാരും എത്ര 3 ലക്ഷം രൂപ കണ്ട് കൊടുത്തിട്ടാണ് അവളെ ഇവിടെ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇവന്മാരിവിടെ കിടന്ന് ഇവളെ ഓരോ രാത്രി ഓരോരുത്തന്മാർക്കല്ല, മണിക്കൂറാണ് ഇവളെ കാശ്. ഈ മണിക്കൂർ വെച്ചിട്ടാണ് ഇവളെ വിൽക്കണത്. ഇവള് ഈ കിടന്ന് നാടകം കാണിക്കുന്നുണ്ട്, ഇവളെ മുലയും മറ്റേ സാധനമൊക്കെ. ഇതൊന്നും അല്ല ഇവിടെ നടക്കണത്. അത്ര സങ്കടപ്പെട്ടിട്ട് പറയാണ്. അപ്പം ഇതുപോലെ ഒരു ജോലി ചെയ്ത് ഇവർ ഈ പറഞ്ഞില്ലേ വേശ്യാവൃത്തി, ഈ അതേ സെയിം ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ഇവരെന്നാണ് ഇവർ തന്നെ അവകാശപ്പെടുന്നത്, ഈ വോയിസിന്റെ ഉടമ അവകാശപ്പെടുന്നത്. അപ്പൊ ഈ ഒരു പണിക്കാണ് രേണുസുധി ദുബായിലോട്ട് കയറി വരുന്നത് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ശരിക്കും ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും അറപ്പാണ് രേണുസുധിയെ കുറിച്ച് തോന്നിയത്. അപ്പം കുറെ അധികം ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണുസുധി എന്ന വാക്കുകൾ യൂസ് ചെയ്യല്ലേ, രേഷ്മ പി തങ്കച്ചൻ അത് മതി. എനിക്കറിയത്തില്ല, ഞാൻ ഓട്ടോമാറ്റിക്കലി അറിയാണ്ട് ഇങ്ങനെ രേണുസുധി എന്ന് പറഞ്ഞു പോകുന്നതാണ്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ പറഞ്ഞു, ഞാൻ പരമാവധി മാറ്റാൻ ശ്രമിക്കും. കാരണം ഈ ഒരു വോയിസ് കേട്ടപ്പോൾ എനിക്ക് അത്രമാത്രം ഒരു അറപ്പും വെറുപ്പുമാണ് തോന്നിയത്. ഈ ഒരു വോയിസിന്റെ ഉടമ കേട്ടിട്ടും അവരത്ര വെടിപ്പുള്ളതായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഇവർ പറഞ്ഞു ഇവർ പെട്ടുപോയതാണെന്നാണ്. അപ്പം അങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്ക് ഇന്ത്യൻ എംബസി ഉണ്ട്, ഈ കണ്ട കാലത്ത് മൊബൈലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പണിക്ക് പോകത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് രക്ഷപ്പെടാം. ഒന്നുമില്ല, നമ്മളെപ്പോലെ ഒരാളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ പെട്ടുപോകണമെങ്കിൽ സത്യം വേണ്ടേ എന്തെങ്കിലും ഒരു ആത്മഹത്യ ചെയ്യാൻ ഒരു മാർഗം ഉണ്ടെങ്കിൽ ആദ്യമേ അത് ജീവിതം അങ്ങ് അവസാനിച്ച് ഇതുപോലെ നാറി പുഴുത്ത് ജീവിക്കുന്നേക്കാളും നല്ലത് നമ്മുടെ ആ ജീവിതം അങ്ങ് അവസാനിക്കുന്നതാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെ തരം പെണ്ണുങ്ങളാണെന്ന് അറിയത്തില്ല. എന്നാണേലും ഇവളെ കുറിച്ച് ഈ വോയിസ് കേട്ട സമയത്ത് എനിക്ക് അങ്ങ് അറപ്പും വെറുപ്പുമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇത്രയൊക്കെ കേട്ടിട്ട് ഇവിടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ടോ, ശ്രീതുവും സജനയും പറയാതിരിക്കാൻ പറ്റില്ല. എന്നിട്ടും ഇവരിതുവരെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് രേണുസുധിയുടെ സുഹൃത്തുക്കളോ വന്നിട്ടില്ല. ഇതുപോലെയാണ് ഹനാൻ വിഷയം വന്നപ്പോഴത്തേക്ക് ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇത് ഇവിടെ കയ്യിൽ നിന്ന് ഒരു എക്സ്പ്ലനേഷൻ വരാൻ ചാൻസ് ഇല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, രേണുസുധിയുടെ മാനേജർ വമ്പൻ ടീമാണ് കരീഷ്മയ്ക്ക് രേണുസുധിയുടെ ഒരു മാനേജറായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും കരീഷ്മയ്ക്കില്ല. കരീഷ്മയുടെ മാനേജറാണ് ശ്രീലക്ഷ്മി. അറിയാലോ, ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഞാൻ സൈഡ് ഫോട്ടോ കാണിക്കാം. ഇവളെ ഒരു അങ്ങറ്റത്തെ ഒരു കൂതറ ഇതാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അറപ്പും വെറുപ്പും തോന്നുന്ന കുറെ കാര്യങ്ങൾ. രേണുസുധി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വരുന്നത് സ്വർണ്ണക്കടത്തും ഡ്രഗ് മാഫിയയും തന്നെയാണ്. അവരുടെ മെയിൻ ആവശ്യം അതാണ്. പിന്നെ ശരീര വിൽപ്പനയും, അതായത് വേശ്യാവൃത്തി. എന്റെ രണ്ട് സുഹൃത്തുക്കൾ കട്ടായം ഇവളടുത്ത് പോയിട്ടുള്ളവരാണ്. അവരുടെ ഒന്നും ഐഡന്റിറ്റി എനിക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റില്ല. വളരെ വളരെ മോശമായ ഒരു ഇതാണ്. ഇതൊക്കെ കേട്ടിട്ട് രേണുസുധി വായില് മിണ്ടാതിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് വളരെ കഷ്ടം തന്നെ. ഇപ്പൊ ഈ ഒരു പറഞ്ഞ സ്ത്രീയും നിങ്ങളുടെയൊക്കെ എന്തുതരം സുഹൃത്തുക്കളാണെന്ന് അറിയത്തില്ല. ഈ സ്ത്രീയും അതുപോലെ ഇവന്മാരൊക്കെ ചാട്ടവാറിനടിക്കണം. എടാ, ഒരു പെണ്ണും പിള്ളയും പിള്ളേരും ഒക്കെ ഉള്ളതായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ നിന്റെ ഒന്നും പേര് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ. എടാ, ഒരു കുടുംബത്തെ ചതിച്ചുകൊണ്ട് ഇതുപോലെയുള്ള മക്കളുടെ പുറകിന് പോകുമ്പോ ഇതുപോലെയുള്ള അഴിഞ്ഞാടുന്ന മറ്റേ മക്കളുടെ, ഞാൻ വേറെ പേരാണ് പറയുന്നത്, പക്ഷെ ഇത് കുറെ അധികം ആൾക്കാർ കാണുന്നുണ്ട്. ഞാൻ ഡിസ്ക്ലൈമർ പറഞ്ഞില്ലായിരുന്നു, ദൈവത്തെ ഓർത്ത്. ഇത് കൊച്ചു കുട്ടികളോ ഒരു 10-25 വയസ്സിന് മുകളിലുള്ളവരെ, കല്യാണം കഴിഞ്ഞവർ മാത്രം കാണാൻ ശ്രമിക്കുക എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പം എന്താണ് ഇതിനൊക്കെ പറയാനുള്ളത്? അപ്പൊ ഇതുപോലെയുള്ള നമ്മൾ വിദേശത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും നല്ലൊരു ഭക്ഷണം പോലും കഴിക്കാതെയാണ് വിദേശത്ത് ജോലി ചെയ്യുന്നത്. എന്നിട്ട് അതും കൂടെ കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ ഓരോരോ സ്വർണ്ണങ്ങളൊക്കെ ആയിട്ട് 1 വർഷമോ 2 വർഷമോ കൂടി പോകുമ്പോഴത്തേക്ക് 2-3 പവൻ സ്വർണം അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ ഇവന്മാരൊക്കെ കാരണം നമ്മളെപ്പോലുള്ളവർ ഇപ്പൊ വിദേശത്ത് ജോലി ചെയ്യാൻ വരുമ്പോൾ നമ്മളെ ആ കണ്ണിൽ കൂടെ കുറെ പേര് കാണുന്നവരുണ്ട്. ഇവളെ എന്നെ അടിച്ചു പൊളിച്ച് അവിടെ നടക്കുവാണല്ലോ, കെട്ടിയവനും മക്കളൊക്കെ നാട്ടിലല്ലേ, എന്തുമാകാലോ, അങ്ങനെയൊക്കെ ചിലപ്പം അങ്ങനെ മറ്റ് എന്നെ പോലുള്ളവരൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരോടൊക്കെ ഇങ്ങനെ വിരൽ ചൂണ്ടാൻ ചാൻസ് ഉണ്ട്. ഇവളെ പോലെയുള്ള അലവലാദികൾ കാരണം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവളുടെ ഇതും ഭ്രമം കണ്ടിട്ട് മറ്റേ എന്തോ സെലിബ്രിറ്റി എന്നുള്ള തേങ്ങ, പിന്നെ ഇവളെ വയറും കണ്ടിട്ട് പോയവന്മാരാണ്. അവന്മാര് പറയുന്നത് ഇവള് തുണി അഴിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ വയറ് മാത്രമേ ഉള്ളൂ, 2 അസ്ഥികൂടം പോലത്തെ കാലുണ്ട്. ഞങ്ങൾ തന്നെ ആകെപ്പാടെ അന്തം വിട്ടുപോയിന്ന്. ഞാൻ എന്നിട്ട് ഇവന്മാരെ കളിയാക്കിയിട്ട് നിനക്കൊക്കെ നാണമില്ല, നീയൊക്കെ. അതായത് അത്രയും ഞങ്ങള് ഓപ്പൺ
ഹാർട്ടഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ ഈ ലാസ്റ്റ് ടൈം ഇവിടെ വന്നു, ഇവളെങ്ങനെ ഇവിടെ വന്നു, എന്നിട്ട് ഞാൻ ഇവളോട് ഇവളെങ്ങനെ ഇവിടെ വന്നു, ഇവൾ അത്രമാത്രം ക്യാഷ് കൊടുത്തിട്ട് അത്രയും സ്പെഷ്യൽ സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് ആ പാപ്പിലോണിന്റെ അവന്മാർ ഇവിടെ ഇറക്കിയേക്കുന്നത്. കാര്യം അവന്മാർ ഓൾറെഡി 20 വരെ ഇവിടെ നോമ്പും പെരുന്നാൾ വരുന്നു. അതുവരെ ഒരു കാര്യങ്ങളും യുവമാർക്ക് നടക്കത്തില്ല. ഭയങ്കര ഓപ്പൺ ഹാർട്ടഡ് ആയി ഒരു കുടുംബം നശിപ്പിക്കുന്നവന്മാരെയൊക്കെ ഇങ്ങനെ എന്താണ് ഇതിനെയൊക്കെ പറയേണ്ടത്? ഓപ്പൺ ഹാർട്ടഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. അത് അസ്ഥികൂടം പോലെയുണ്ട്. എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ല ഗൈസ്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയാൽ വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണ്ടോ. ഇത് കേട്ടിട്ട് എങ്ങനെയാണ് അറച്ചുകൊണ്ടാണ് ഈ ഒരു വോയിസ് നമ്മൾ കേൾക്കുന്നത്. അയ്യേ, നമ്മൾ ഒരിക്കലും ഈ ഒരു സിറ്റുവേഷനിലൂടെ നമുക്കറിയാം രേണുസുതിയെ കുറിച്ച് ഓൾമോസ്റ്റ് പഴയ കാലം ചരിത്രങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും പലരുടെയും കൂടെ ഇങ്ങനെ എന്താണ് പൈസയ്ക്ക് വേണ്ടിട്ട് ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല, ഞാൻ ഒന്നും പറയാനില്ല കേട്ടോ. അതുവരെ ഇവന്മാർക്ക് ഒരു കാര്യങ്ങളും നടക്കത്തില്ല. പിന്നെ ഇവന്മാര് അത്രയും ക്യാഷ് ഇറക്കിയിട്ടാണ് ഇവളിവിടെ ഇറക്കിയേക്കണത്. ഒരു ഡേയ്സിന് ഇവക്ക് 15,000 20,000 വാങ്ങിച്ചിട്ടാണ് ഇവന്മാർ ഇവിടെ ഇറക്കിയേക്കണത്. ബഹറിലും സെയിം തന്നെയാണ്. സത്യമാണ് ചേച്ചി, ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലല്ലോ. അത് ഇതുപോലെ 4 സ്ത്രീകളൊക്കെ. അപ്പൊ ബാക്കി ഇത് വോയിസ് ഫുള്ളും കേൾക്കണമെങ്കിൽ നിങ്ങൾ ഷബീന ബീബിയുടെ ചാനലിൽ പോയാൽ മതി. പിന്നെ വേറൊരു വോയിസ് ഉള്ളതെന്ന് വെച്ചാൽ നോക്കട്ടെ. ഇവൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ട് ഈ റാസൽ കൈമിൽ വന്നിട്ട് എത്ര മാർക്കാണ് കിടന്നു കൊടുത്തിട്ടുള്ളതെന്ന് ചേച്ചിക്ക് അറിയോ? എന്റെ എത്ര ഫ്രണ്ട്സ്, അതായത് നമ്മൾ ഇവരുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്, ഈ മേഖലയുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവള് ശരീരം വിൽക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരുന്നതാണ്. പിന്നെ ഈ സ്വർണ്ണം കിടത്തുന്ന പറഞ്ഞാൽ ഈ സ്വർണ്ണം കിടത്തുന്നത് എങ്ങനെയാ പറയുക? കോണ്ടത്തിന്റെ ഉള്ളിൽ സ്വർണ്ണം കയറ്റി നിറച്ചിട്ട് ഒന്നുമില്ല സാധനത്തിന്റെ ഉള്ളിൽ കയറ്റി വെക്കും, എന്നിട്ട് ഒരു പാഡിൽ ചുവന്ന കളർ ഒഴിച്ച് ഒട്ടിച്ച് ഷഡിൽ ഒട്ടിച്ച് വിടും. ഇത് സ്ഥിരം ഇവിടെ നടക്കുന്ന പരിപാടികളാണ്. പിന്നെ അതുമല്ല ഇവന്മാർക്ക് ജീൻസ് ഉണ്ട്, ജീൻസിന്റെ പല ഭാഗങ്ങളും സ്വർണ്ണമായിരിക്കും. ഇതൊന്നും കണ്ടെത്താൻ കഴിയില്ല. ഈ വോയിസിൽ ഇവിടെ നന്നായിട്ട് സിഗരറ്റ് വലിക്കുമെന്നുള്ള കാര്യം പറഞ്ഞു. എനിക്ക് ഫുള്ളായിട്ട് ഇത് പ്ലേ ചെയ്യിക്കാമെന്ന് എനിക്ക് പറ്റുന്നില്ല. നിങ്ങൾ ആ ഷെഫീന ബീബിയുടെ ചാനലിൽ കണ്ടാൽ മതി. അപ്പം ഇതിനകത്ത് ഇവിടെ ബിസിനസ് ആണ്, ശരീര വിൽപ്പനയാണ് ഇവിടെ ബിസിനസ് എന്നാണ് മെയിൻ ആയിട്ട്. കുറെ അധികം വോയിസ് ഉണ്ട്. ഇങ്ങനെ ഇതിന്റെയൊക്കെ ആധികാരികത എന്നും എനിക്കറിയത്തില്ല, ഇതിന്റെ സത്യാവസ്ഥ എനിക്കറിയത്തില്ല. ഷെബീന ബേബിയാണ് ഇതെല്ലാം പുറത്തു വിട്ടത്. അപ്പൊ ഷെബീന ബേബി പറഞ്ഞ് ഇത് വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സിൽ നിന്നാണ്. അപ്പൊ എന്താണെങ്കിലും ഇത് എന്താണ് അധികാരികളിലേക്ക് എത്തിക്കേണ്ടതും ഇത് അന്വേഷണം വരേണ്ട അതേ കാര്യം തന്നെയാണ്. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് ഉറപ്പ് വരുത്തട്ടെ. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ സത്യമായി പറയട്ടെ, ഇതുപോലെയുള്ളവന്മാരെ നമ്മൾ പൂട്ടുക തന്നെ ചെയ്യണം. ഇത് സ്വർണം കടത്തുന്ന രീതിയൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് ഗൈസ്. അപ്പം സ്വർണം അത് ഞാൻ വോയിസിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വെക്കാം. അപ്പൊ എനിക്ക് എന്റെ വായിലൂടെ കൊണ്ട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സ്വർണം കടത്തുന്ന രീതി അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇവന്മാർ നടത്തുന്നതെന്നൊക്കെ ഇതിലൂടെ വളരെ വ്യക്തമായതാണ്. പിന്നെ എന്താണ് നമുക്ക് പറയാനുള്ളത്? കുത്തഴിഞ്ഞ ജീവിതം, രേണുസുതിയുടെ കുത്തഴിഞ്ഞ ജീവിതം, അച്ചടക്കമില്ലാത്ത കുടുംബം, എന്താണ് ഒരു ഇതുമില്ലാത്ത ഒരു ഫാമിലി എന്ന് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് ഇതിനപ്പുറം ഒന്നും പറയാനില്ല. സാധാരണ ഒരു കുടുംബമല്ല, ഒരു അടുക്കും ചിട്ടയുമില്ലാത്ത കുടുംബം. ഞാൻ അന്വേഷിച്ചറിഞ്ഞപ്പോഴും ഇങ്ങനെ തന്നെയാണ് അറിഞ്ഞിരുന്നത്. മടി പിടിച്ച് ചടഞ്ഞിരിക്കുന്ന ഒരു കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുതിയും കുടുംബവും എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. അപ്പൊ എന്തൊക്കെയായാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തൊക്കെയാണെന്ന് തോന്നിയാൽ വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പം നമ്മളും ഇതിന്റെ ഈ കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മൾ കേസ് ഓൾറെഡി കൊടുക്കേണ്ടടത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ മാത്രമല്ല കുറെ അധികം ബ്ലോഗേഴ്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ കേസും കാര്യയുടെ പുറകെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കൊടുക്കണം. ഇനി ഇവിടെ ഒന്നും പുറം ലോകം പിന്നീട് കാണിക്കില്ല. പിന്നെ ഈ വേശ്യാവൃത്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്ത് പാടേ, ഇത് എന്താണ് കുടുംബം കുട്ടികളും ഒക്കെ ഉള്ളവരാണ് ഈ ഒരു പരിപാടിക്ക് വരുന്നത്. അപ്പം അവരെയൊക്കെ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ നശിപ്പിക്കുന്ന ഇതുപോലെയുള്ള മക്കളെ അപരാധി മക്കൾ എന്ന് തന്നെ പറഞ്ഞു അവന്മാരെയൊക്കെ ഉടലോടെ അടച്ചു പൂട്ട് തന്നെ വേണം. അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടവരെ ബൈ.